പ്രതികൂലങ്ങൾ എന്നും വളർച്ചയ്ക്ക് വേണ്ടിയാകണം. പ്രതികൂലങ്ങളെ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരണം. 20 വർഷങ്ങൾക്ക് മുമ്പേ പാലസ് ഗ്രൗണ്ട്സിൽ നമ്മൾ കുറച്ച് സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ ഒരു ഇതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചത് കുറച്ച് പേർക്ക് ഓർമ്മ കാണും. 20 വർഷങ്ങൾക്ക് പുറകിലാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഇട്ടിരുന്ന കസേറകൾ 1.5 കിലോമീറ്റർ അകലം വരെ പറന്നു. കസേറകൾ 1.5 കിലോമീറ്റർ അകലം വരെ പറന്നു. ഷെഡിൻ്റെ മുകളിൽ ഇട്ടിരുന്നതായ ആസ്ബറ്റോസ് അവിടെ നിളകി വളരെ ദൂരം പറന്നു. എനിക്ക് തോന്നുന്നത് 1/2 കിലോമീറ്ററോളം ആസ്ബറ്റോസ് പറന്നു. അതിലൊരെണ്ണം വന്ന് ഒരു പെൺകുട്ടിയുടെ കാലിലടിച്ചു, കാല് മുറിഞ്ഞുപോയി. ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഗവൺമെൻറ് കേസ് മുതൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകേക്കാം എന്ന് നമ്മൾ നന്നായി ഭയപ്പെട്ടു. പക്ഷെ അതോടെ ചർച്ച് ഒന്ന് വളർന്നു, 3 ഇരട്ടിയായി മാറി. എതിരുകൾ എന്നും നല്ലതാണ്. ഇത് അതുമായിട്ട് താരതമ്യം ചെയ്താൽ ഒന്നുമില്ല, ഒരു മഴ പെയ്തെന്നേ ഉള്ളൂ, അതങ്ങ് പോകും. എന്നാൽ ഇന്ന് ഇരിക്കുന്ന നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കാൻ തക്കവണ്ണം ഒരു കരുതലോടെ ഇരിക്കുവാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. നമുക്കൊരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, വീണ്ടും ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ തരും. ഞങ്ങൾക്കുള്ള ആലോചന തരുവാനെങ്കിൽ ശക്തനാണ്. ഇൻ്റർനെറ്റിലൂടെ ഒരുപാട് പേര് പങ്കെടുക്കും. കർത്താവ് അവരോടും സംസാരിക്കണേ. മഹത്വം കർത്താവിനാകട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്താൻ വേണ്ടി എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിഞ്ഞുകൂടാ. ശുശ്രൂഷകൾ അനുഭവിച്ച പരിചയമേ ഉള്ളൂ. അനുഗ്രഹപ്രദമായി കർത്താവ് നടത്തും. ഇന്ന് രാവിലെ വന്നവർക്ക് അതിൻ്റെ മഹത്വം നന്നായി മനസ്സിലായി. ദേവദാസ, ദയവായി ഞങ്ങളെ ഫ്രീഡത്തോടെ ശുശ്രൂഷിപ്പാൻ വീണ്ടും കർത്താവിൽ അപേക്ഷിക്കുന്നു. ദയവായി വന്ന Hallelujah. Thank you, Jesus. Thank you, Father. Amen. 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 ഇന്ന് പകൽ സെഷൻ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് കരം ഉയർത്തി. ഓക്കെ. ആത്മസാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന ഈ മനോഹരമായ രാത്രിക്കായിട്ട് നന്ദി. പുറത്ത് അതിശക്തമായ മഴയാണ്, പക്ഷേ അതിനേക്കാൾ മഴയിൽ നനഞ്ഞു കുളിച്ചിരിക്കുന്ന ആൾക്കാരാണ് നാം. ആത്മസാന്നിധ്യത്തിൻ്റെ ഒരു വലിയ കുളിർമ എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് മറ്റ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓൺലൈനായിട്ട് ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന, അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. രാവിലെ നമ്മൾ വായിച്ച് ആരംഭിച്ചിട്ട് എന്നാൽ ഒട്ടും തന്നെ പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗത്തിനകത്ത് നമ്മൾ ചലിക്കുകയായിരുന്നു. ആ ഭാഗത്ത് നിന്ന് തന്നെ ഒരല്പം കൂടി വിശദമായി ചില കാര്യങ്ങൾ ഒന്ന് ധ്യാനിക്കണമെന്നും ആഴത്തിലൊന്ന് ചിന്തിക്കണമെന്നും പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നെങ്കിൽ അവയെ ഒന്ന് ആത്മാവിൽ സ്വീകരിക്കണമെന്നും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പകലിൽ ഒരുമിച്ച് ചേർന്ന് വായിച്ചത്. ആ വാക്യം തന്നെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചു സഹായിക്കാം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദാനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഏതാനും ചില മുഖപുരകൾ ഞാൻ പകലിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന, എഫെസോസിലുള്ള വിശ്വാസ സമൂഹത്തിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ ഒന്നറിയണം. കഴിഞ്ഞ പകലിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മിൽ എല്ലാവരും തന്നെ ആ ശക്തിയെ അനുഭവിച്ചു എന്നാണ്. കഴിഞ്ഞ പകലിൽ അങ്ങനെ ഒരു ആത്മസാന്നിധ്യത്തെ അനുഭവിക്കാൻ, ഒരു ദൈവശക്തിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായി ബ്രദർ എന്ന് ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾക്കായി കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുന്നു. ആ ദൈവശക്തി ദിനം തോറും മിനിറ്റ് തോറും പുതുകി വരുന്നതാണെന്നും നമ്മൾ അവസാനമായി കണ്ടു. അവിടെയാണ് നമ്മൾ നമ്മുടെ ചിന്തകളെ അവസാനിപ്പിച്ചത്. ഇത് എപ്പോഴും അനുദിനവും പുതുതായി മാറിക്കൊണ്ടിരിക്കുന്ന, വർദ്ധിച്ചു വരുന്ന ദൈവശക്തിയാണ് നാം അനുഭവിക്കണമെന്നും അറിയണമെന്നും പൗലോസ് അപ്പോസ്തലൻ അവിടെ ആവശ്യപ്പെടുന്നത്. ഞാൻ അവിടെ തന്നെ നിന്നാൽ ഇനിയും ഒരു പക്ഷേ കൂടുതൽ സമയം അവിടെ നിന്നു പോകും. അതുകൊണ്ട് അല്പം മുന്നിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവശക്തിയെക്കുറിച്ചാണ്. ഒന്ന് ഉറക്കെ പറയാമോ? ദൈവശക്തി. ദൈവശക്തിയിൽ ചലിക്കാത്ത ക്രിസ്തീയ ജീവിതം അത് മരിച്ചതാണ്.
ആത്മാവിൻ്റെ ശക്തിയില്ലാത്ത ശുശ്രൂഷകൾ അത് മരിച്ചതാണ്. ആത്മാവിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളില്ലാത്ത സഭ അത് മുരടിച്ചു പോയതാണ്. ദൈവസാന്നിധ്യത്തെ കൊതിക്കുന്ന, ആത്മശക്തിക്കകത്ത് സ്വതന്ത്രമായി ചലിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കകത്ത് അസാധാരണമായി ചുവടുകൾ വയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എവിടെയുണ്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിയിരിക്കും, അവൻ്റെ ശുശ്രൂഷ മാറിയിരിക്കും. ആ സഭയുടെ നിലവാരം ഓരോ ദിവസവും ദൈവരാജ്യത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ പലപ്പോഴും പല വളർന്ന സഭകളെയും, എസ്പെഷ്യലി ബഥേലേജ് ചർച്ച് ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ തിരുവചനത്തിലെ ഈ സത്യം അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അഭിഷേകത്തിനും ദൈവസാന്നിധ്യത്തിനും വേണ്ടി കൊതിക്കുന്ന ഒരു കൂട്ടം എവിടെയുണ്ടോ അവർ വർദ്ധിച്ചു പെരുകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നിങ്ങളിൽ നിന്ന് വലിയ നല്ല ഒരു ആമേൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസാന്നിധ്യത്തിന് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി കൊതിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി അങ്ങേയറ്റം ദാഹിക്കുന്ന ഒരു തലമുറ എവിടെയുണ്ടോ അവരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇന്ത്യക്ക് വേണ്ടി ദൈവം ഒരു മാസ്റ്റർ പ്ലാൻ ഇടുമ്പോൾ ആദ്യം നോക്കുന്നത് ദൈവശക്തിയുടെ ചലനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം എവിടെയുണ്ട് എന്നാണ്. അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലിസ്റ്റിനകത്തെ ഫസ്റ്റ് ലിസ്റ്റിൽ ഒന്നാമനായി മാറാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്നത് ദൈവശക്തിയെ പ്രകടീകരിപ്പിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹവും ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആഗ്രഹവുമാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഈ രാത്രിയിൽ അല്പമായിട്ടാണെങ്കിലും, ഒരു വലിയ കൂട്ടമായിട്ടാണെങ്കിലും, ഒരു ചെറിയ കൂട്ടമായിട്ടാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന സകല വ്യക്തികളും അങ്ങനെ ഒരു ആത്മസാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ചലനങ്ങൾക്കും ഹൃദയത്തെ തുറന്നു കൊടുത്തിരിക്കുന്നവരാണ്. അത് തിരിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ ഇത്രയധികം വളർച്ച പ്രാപിച്ച സഭയായിരുന്നു എഫെസോസ്. എന്നിട്ട് പോലും ആ സഭയോട് പറഞ്ഞു, നിങ്ങൾ ഇതുകൂടി അറിയണം. ബാക്കി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രമാണ്, അതിനെ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ അസാധാരണമായ ഒരു ഉണർവ് സംഭവിച്ച പട്ടണമായിരുന്നു എഫെസോസ്. എഫെസോസിലെ ഈ ഉണർവിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് ഈ സഭ രൂപീകരിക്കപ്പെടുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്ന സമയത്തും അതിശക്തമായ ഏറ്റവും വലിയൊരു കോൺഗ്രിഗേഷൻ ആയിരുന്നു എഫെസോസിലെ സഭ. എന്നാൽ ഈ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ ഈ വാക്കുകളുടെ യാഥാർത്ഥ്യം പിന്നെയും അവരുടെ ഹൃദയങ്ങളെ ആഴത്തിൽ കത്തിച്ചപ്പോൾ പിന്നീട് ചരിത്രം പറയുന്നത് ഏഷ്യ മൈനറിലെ പല സഭകളെയും അടുത്തൊരു നിലവാരത്തിലേക്ക് ഉണർത്തിയെടുത്തത്, അടുത്തൊരു നിലവാരത്തിലേക്ക് റിഫോം ചെയ്തത് എഫെസോസിലെ സഭയായിരുന്നു. അതിനർത്ഥം ഏതളവിൽ വളർന്നു നിന്നാലും ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിൽ വിശ്വസിക്കാൻ നാം തയ്യാറായി കഴിയുമ്പോൾ അതിനും അപ്പുറത്തേക്കുള്ളൊരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, ഇത് പോരാ, ഞങ്ങൾക്ക് ഇതിലും വലിയൊരു നിലവാരത്തിലേക്ക് ഉയരണം. ഞങ്ങളുടെ ശുശ്രൂഷ ഇത് പോരാ, ഇതിലും വലിയൊരു സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾക്ക് ഉയരണം. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇത്ര മണിക്കൂറുകൾ പോരാ, അതിനും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് ഉയരണം. ഹാനോക്കൊക്കെ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടന്നതുപോലെ അപ്രത്യക്ഷമായി പോകുന്ന അളവിൽ സദാ ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടെ, സദാ ആത്മസാന്നിധ്യത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ആത്മീയ ജീവിതം വേണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. ഈ ലേഖനം എഫെസോസിൻ്റെ കയ്യിലേക്ക് എത്തിയത്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാരുടെ കയ്യിലേക്ക് എത്തിയത് ഉള്ളിൽ അതിയായ ശക്തിയെ വഹിക്കുന്ന ഒരു ആറ്റം ബോംബിന് സമമാണ്. ആമേൻ, ഹല്ലേലൂയ. അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശക്തന്മാരായ ഒരു കൂട്ടമാണ്. എന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് ഈ ലേഖനം അവരുടെ കയ്യിലേക്ക് എത്തിയത് ഒരു ആറ്റം ബോംബിന് തുല്യമായിട്ടാണ്. വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് ആ ചുരുൾ നിവർത്തി ഇത് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോഴുണ്ടത് ഇപ്പോഴാണ് നമുക്ക് 19-ാമത്തെ വാക്യം എന്നൊക്കെ ഉള്ളത്. അന്ന് അങ്ങനെ ഇല്ല, അത് ചുരുളുകളാണ്. ആ ചുരുളിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അളവറ്റ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും വിശുദ്ധന്മാർ തമ്മിൽ നോക്കി. ഞങ്ങൾ ഇന്നലെ വരെ കണ്ടതോ അത് ശക്തിയുടെ പ്രകടനമായിരുന്നു. ഇന്നലെ വരെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതോ അത് ദൈവശക്തിയുടെ പ്രകടനം തന്നെയായിരുന്നു. ഇന്നലെ വരെ ഞങ്ങളുടെ കയ്യിലൂടെ ആരംഭിച്ചതും നടത്തപ്പെട്ടതുമായ ശുശ്രൂഷകൾ അത് ദൈവശക്തിയുടെ തന്നെയായിരുന്നു. പിന്നെ എന്തിനാ പൗലോസ് പിന്നെയും പറയുന്നത്? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പുതിയത് ചെയ്യുവാൻ അത് വ്യാപരിക്കുന്നുണ്ട്. ആ ഒരു വെളിപ്പാട് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ തിളച്ചു മറിയാൻ തുടങ്ങിയപ്പോൾ എഫെസോസിൻ്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടായി. എഫെസോസിലെ സഭയുടെ ധാരണകൾക്ക് മാറ്റമുണ്ടായി, അവരുടെ സ്ട്രാറ്റജികൾക്ക് മാറ്റമുണ്ടായി, അവരുടെ പ്ലാനിങ്ങുകൾക്ക് മാറ്റമുണ്ടായി. അടുത്ത വർഷത്തേക്ക് പിന്നെ അവർ പ്ലാൻ ചെയ്തത് എഫെസോസിലെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൈമാറിയ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ഒരു ബലപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളെ കുറിച്ച് നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലും അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്നറിയാവോ? ദൈവത്തിൻ്റെ അളക്കാൻ കഴിയാത്ത ശക്തിക്ക് അടിസ്ഥാനമാക്കി പ്ലാൻ ചെയ്യണം.
നിങ്ങളൊരു സാധാരണ മനുഷ്യനെ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യരുത്. നിങ്ങളൊരു സാധാരണ വിശ്വാസിയെ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്ലാനിങ്ങുകൾ നടത്തരുത്. നിങ്ങൾ എപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്താലും അത് ദൈവരാജ്യത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മെൻ്റൽ ഗ്രോത്ത് ആ അളവിൽ പരിശുദ്ധാത്മാവിൽ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ കാണാൻ തുടങ്ങും. അസാധാരണമായി നിങ്ങളുടെ അതിർവരമ്പുകളെ പരിശുദ്ധാത്മാവ് വിശാലമാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കപ്പെടണമെങ്കിൽ ആദ്യം തന്നെ അളവില്ലാതെ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പദ്ധതികളെ രൂപീകരിക്കാൻ നിങ്ങൾ പഠിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അവിടെ നിന്ന് താഴേക്കുള്ള വാക്യത്തിലേക്ക് പെട്ടെന്നൊന്ന് എടുത്തു ചാടുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:19 പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് ഉറക്കെ പറഞ്ഞേ പ്രാർത്ഥിക്കുന്നു. അടുത്ത പദം ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചേ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്. എന്നെ കൂടെ ഒന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് ശുശ്രൂഷിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവിടെ ഒരു തെറ്റുണ്ടല്ലോ, അവിടെ വലിയൊരു തെറ്റുണ്ട്. 19ാമത്തെ വാക്യം പറയുന്നത് അളക്കാൻ കഴിയാത്ത ദൈവശക്തിയെക്കുറിച്ചാണ്. ആമേൻ. അങ്ങനെ ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു എന്നല്ലേ ശരിയായി എഴുതേണ്ടിയിരുന്നത്? ആണോ അല്ലയോ? അങ്ങനെ ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു എന്നെഴുതണമായിരുന്നു. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അടുത്ത പദത്തിലേക്ക് വന്നപ്പോൾ ആ ആശയത്തെ മുഴുവൻ അങ്ങ് എടുത്തു മറച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അവനെന്നല്ലോ, അങ്ങനെ അത് എന്നല്ലേ വരേണ്ടിയത്. ആമേൻ. നമ്മൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പകൽ മുഴുവൻ സംസാരിച്ചതിനെ കുറിച്ചാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പവർ ഓഫ് ഗാഡ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ആ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചു എന്ന് എഴുതിയാൽ പോരായിരുന്നുവോ? എന്നാൽ 20ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ശക്തി എന്ന പദത്തിനു പകരം അവനെ ഒരു വ്യക്തി പ്രഭാവം കൊടുക്കുകയാണ്. ആമേൻ. അങ്ങനെ അവൻ ആര്? പരിശുദ്ധയാത്മാവ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, പരിശുദ്ധയാത്മാവ്. അപ്പോൾ 19ാമത്തെ വാക്യത്തിൽ പറഞ്ഞതും രാവിലെ മുഴുവൻ നമ്മൾ സംസാരിച്ചതും പ്രാപിച്ചതുമായ ദൈവശക്തി ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധയാത്മാവ്. അപ്പോൾ ദൈവശക്തി ഈസ് ഈക്വൽ ടു ഹോളി സ്പിരിറ്റ്. പവർ ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു ഹോളി സ്പിരിറ്റ്. അതിനർത്ഥം ദൈവം സർവശക്തനാണ്. ആമേൻ. എന്നാൽ തൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളെല്ലാം നടത്തുന്നത് അവൻ്റെ കയ്യിലൂടെയാണെങ്കിൽ അവൻ്റെ കരത്തിൻ്റെ പേരാണ് പരിശുദ്ധയാത്മാവ്. അവൻ്റെ ശക്തിക്ക് ഒരു നാമം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പേരാണ് പരിശുദ്ധയാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവശക്തി നിങ്ങളുടെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പരിശുദ്ധയാത്മാവ് എൻ്റെ മേലുണ്ട്. ഇനി പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പദം ഒന്ന് വേഗത്തിൽ ആഴത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. അങ്ങനെ അവൻ ആരിൽ വ്യാപരിച്ചു? നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. അത് പ്രസന്റ് ഫോമിലാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടി ഇപ്പോൾ അത് ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രസന്റ് ഫോമിലാണ് പറഞ്ഞത്. എന്നിട്ട് പൗലോസ് അടുത്ത പദം പറയുമ്പോൾ വേഗത്തിൽ പറയുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചിരുന്നു. പാസ്റ്റ് ടെൻസിൽ ഒരു പൂർവ്വകാലത്തിൽ സംഭവിച്ച കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് 2ാമത്തെ പദം എഴുതുകയാണ്. ഈ 2 പദങ്ങളും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു വലിയ ആത്മീയ ബന്ധമുണ്ട്. 19ാമത്തെ വാക്യം പറഞ്ഞത് ഇപ്പോൾ നമുക്ക് വേണ്ടി അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ എല്ലാവരും ഒന്ന് വായ തുറന്ന് പറഞ്ഞ്, ഇപ്പോൾ ദൈവശക്തി എനിക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതേ ദൈവശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്നു. ആമേൻ. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട വ്യത്യാസം പറയാം. ക്രിസ്തുവിൽ അത് വ്യാപരിച്ചിരുന്നത് എത്ര വർഷം മുമ്പാ? ഏതാണ്ട് 2020 വർഷങ്ങൾക്ക് മുമ്പ്. ആമേൻ. ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ഏതാണ്ട് 2020 വർഷങ്ങൾക്ക് മുമ്പ് ദൈവശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്നു. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധയാത്മാവ്. ഇന്ന് അവനൊരു വ്യക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്നു ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പേ. അങ്ങനെ ഒരുവൻ്റെ മേൽ അത് വ്യാപരിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഏതാണ്ട് 4 പുസ്തകങ്ങൾ നിറച്ചെഴുതി വെച്ചിട്ടുണ്ട്. ആണോ അല്ലയോ? അപ്പോൾ 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റഡ് വേർഷൻ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ളത് നമ്മിൽ വ്യാപരിക്കുമ്പോൾ
യേശുവിൽ സംഭവിച്ചത് 4 സുവിശേഷങ്ങളിൽ എഴുതി വെച്ചതുപോലെ അനീഷിൽ സംഭവിക്കുന്നത്, നിങ്ങളിൽ സംഭവിക്കുന്നത് ആരാ അതിന് ആമേൻ പറയുന്നേ? ആരുടെ ഹൃദയത്തിൽ ആ വചനം കത്തുന്നേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുണ്ട്. ആ ശക്തി അനുദിനവും പുതിയ വരുന്നതാണ്. ഓരോ ദിവസവും അത് ഇമ്മഷറബിൾ ആയിട്ട് നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. ആ ശക്തിയുടെ ഒരു പേരാണ് പരിശുദ്ധാത്മാവ്. അവൻ എന്ന പദം കൊണ്ട് അതിനെ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ കൂടെ വ്യാപരിച്ചപ്പോൾ അവനിലൂടെ സംഭവിച്ചതെല്ലാം ചരിത്രത്തെ തിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഒരുവന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവൻ മരിച്ചവരെ ഉണർത്തിയെടുക്കാൻ തുടങ്ങി. അവൻ 5 അപ്പം എടുത്ത് 5000 പേർക്ക് അതിനെ പങ്കിട്ട് കൊടുക്കാൻ തുടങ്ങി. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ആൾക്കാർ സൗഖ്യമാകാൻ തുടങ്ങി. ഈ അളവിലുള്ള കവിഞ്ഞൊഴുക്ക് യേശുവിൻ്റെ മേലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പോൾ 2000 വർഷത്തിലധികമായല്ലോ. അപ്പോൾ ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ എത്രയധികമായിട്ടായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത് എന്ന് അറിയണമെന്നാണ് 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? അതെ, ഞാനത് അറിയുന്നു. യേശുവിനേക്കാൾ ഉയർന്ന ഒരു ശുശ്രൂഷ എന്നത് എൻ്റെ അഹങ്കാരമല്ല, അതെൻ്റെ അവകാശമാണ്. കരമൊന്നുയർത്തി പറഞ്ഞേ, അയ്യോ കർത്താവിലും വലിയവനാകാൻ ശ്രമിക്കുകയാണോ? അയ്യോ, വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്. കർത്താവിനേക്കാൾ വലിയത് അപ്പോസ്തലന്മാർ ചെയ്തു, അപ്പോസ്തലന്മാരെക്കാൾ വലിയത് ഞങ്ങൾക്ക് ചെയ്യാൻ അവകാശമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അവൻ്റെ തിരുവെഴുത്തുകളിലൂടെ ഞങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനേക്കാൾ വലിയ ഒരു ശുശ്രൂഷ അത് ഞങ്ങളുടെ അവകാശമല്ല, അത് ഞങ്ങളുടെ അഹങ്കാരമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. ഹല്ലേലൂയ. മരിച്ചവർ ഉയർക്കുക എന്ന് പറയുന്നത് അസാധാരണമായി സംഭവിക്കേണ്ട കാര്യമല്ല, സാധാരണയായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. രോഗസൗഖ്യം വല്ലപ്പോഴും സംഭവിക്കേണ്ട കാര്യമല്ല, എപ്പോഴും നമ്മിൽ സംഭവിക്കേണ്ട കാര്യമാണ്. കമോൺ, നിങ്ങളുടെ വിശ്വാസങ്ങളെ ഒന്ന് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ഹാതുകളെ തുറക്കുകയാണെങ്കിൽ ഞാൻ 1-2 വെളിപ്പാടുകൾ കൂടി, 1-2 പ്രവചന ശബ്ദങ്ങൾ കൂടി പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു കൊള്ളട്ടെ. ആമേൻ. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ വിജനമായ ഒരു പ്രദേശത്തിനകത്ത് ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് അവൻ 5 അപ്പം എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 5000 പേർക്ക് വിതരണം ചെയ്തു. ആമേൻ. അതൊരു അത്ഭുതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ശബ്ദം എനിക്ക് കേട്ടാൽ മതി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കുന്ന യേശു എന്ന ദൈവപുരുഷൻ ഒരു കാര്യം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഇന്ന് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അതിതീവ്രമായി യേശുവിൽ വ്യാപരിച്ചതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിയായി ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞാലും വർദ്ധിക്കണം. ഉറക്കെ പറഞ്ഞ് വർദ്ധിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ മാസാമാസം ക്രെഡിറ്റ് ആകുന്ന സാലറി അല്ല, സൂപ്പർ നാച്ചുറൽ അബണ്ടൻസ് ഉണ്ടാകട്ടെ. സൃഷ്ടിക്കപ്പെടട്ടെ. സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മണി നിങ്ങളുടെ അക്കൗണ്ടിൽ സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ അലമാരയിലേക്ക് ഇതൊക്കെ നിങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ടിപ്പ് പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ അലമാരയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയണം, എനിക്ക് എല്ലാ ദിവസവും പുതിയ ഉടുപ്പുണ്ടാകുന്ന അളവിൽ എൻ്റെ ഷെൽഫിനകത്ത് വർധനവുണ്ടാകണം. കമോൺ, നിങ്ങൾക്കത് പറയാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പലവ്യഞ്ജനങ്ങളെ നോക്കി, അരിയെ നോക്കി, പഞ്ചസാരയെ നോക്കി നിങ്ങൾ പറയണം, യേശു 5 അപ്പത്തെ എടുത്ത് 5000 ആക്കി വർദ്ധിപ്പിച്ചെങ്കിൽ ഞാൻ 5000 പേർക്ക് കൊടുക്കാനല്ല, എനിക്ക് 6 മാസമെങ്കിലും കഴിക്കാനുള്ളത് 1 കിലോ അരിയുടെ പൈസയ്ക്കകത്ത് വർദ്ധിച്ചു വരണം. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അനീഷ് എന്ന ദൈവപുരുഷൻ സ്വന്തം ജീവിതത്തിൽ നിരവധി തവണ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞാൽ അത് വർദ്ധിക്കുമെന്നേ. സംശയം ഉണ്ടേ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് എന്നെ വിളിച്ചു പറ. ഞാൻ ആത്മാവിൻ്റെ നിയോഗത്തിനകത്ത് ഈ ചർച്ചിനകത്തിരിക്കുന്ന വളരെ സാധാരണക്കാരായ എല്ലാ വ്യക്തികളോടും സംസാരിക്കുന്നു. സകല വിശുദ്ധന്മാരുടെ മേലും വർദ്ധിപ്പിക്കുന്ന, സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ചയെ ഞാൻ കൽപ്പിച്ചാക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെടുമെന്നേ. ആമേൻ. അയ്യോ, 1 കിലോ പഞ്ചസാര സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനാ ഒരു ലിവർ ഉണ്ടാക്കിയെടുക്കുന്നേ? ആമേൻ. 1 കിലോ പഞ്ചസാര അക്കൗണ്ടിലേക്ക് നോക്കി ഒരു 100 രൂപയെങ്കിലും കൽപ്പിച്ചുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എങ്ങനാ 2 കിഡ്നികൾ പ്രാർത്ഥിച്ചുണ്ടാക്കാൻ പറ്റുന്നേ?
ആമേൻ. കമോൺ കമോൺ, എൻ്റെ കൂടെ വന്നേ. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലായി എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ് സൃഷ്ടിക്കെടുക്കാതെ എങ്ങനെ മരിച്ചു മോർച്ചറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഒരു ശവശരീരത്തെ നോക്കിയിട്ട് ജീവനോടെ എഴുന്നേറ്റ് വരാൻ എനിക്ക് കൽപ്പിക്കാൻ കഴിയുന്നേ? ആമേൻ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മുടെ അകത്തിരിക്കുന്നതിനെ നാം ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ഹൃദയത്തെ ഞാൻ അങ്ങനെ ട്യൂൺ ചെയ്യുകയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ മേൽ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കപ്പാസിറ്റി ഉപയോഗിക്കാൻ തുടങ്ങുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എഫെസോസിലെ വിശുദ്ധന്മാരെ എല്ലാവരും കൂടെ വലിയൊരു കാരവൻ വിളിച്ച് ദേണ്ട റോമിലേക്ക് പോര്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കൈവെപ്പോടുകൂടി ചിലതിനെ പകർന്നു തരാമെന്നല്ല, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എഫെസോസിൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ശക്തിയായ പരിശുദ്ധ ആത്മാവിൻ്റെ അളവറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിയേ. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ സംഭവിച്ചത് വലിയത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ള നിർബന്ധം നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് വരും. ഇന്ന് രാത്രി ആർക്കാണ് അങ്ങനെ ഒരു ആത്മഭാരമുള്ളത്? കർത്താവേ, ഇന്ത്യയിൽ യേശു ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ യേശു ഇന്നുണ്ടായിരുന്നെങ്കിൽ അവൻ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏത് ദൈവസഭകൾക്കകത്തും ഏത് വിശ്വാസ സമൂഹത്തിനകത്തും ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെപ്പോലെ ഒരു ജീവനുള്ള വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശന്ന് കിടന്ന അവൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ അവൻ വിശപ്പോടെ അയച്ചില്ല. അവൻ്റെ വേലക്കാരെ ആരെയും അവൻ ദരിദ്രരെ അയച്ചില്ല. ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ള അളവിൽ, ആവശ്യമുള്ള മാത്രയിൽ, ആവശ്യമുള്ള വസ്തു, അത് ആഹാരമെങ്കിൽ ആഹാരം, അത് മീനെങ്കിൽ മീൻ, അത് കരം കൊടുക്കാനുള്ള പണമെങ്കിൽ അത്, അങ്ങനെ തന്നെ ഈ പ്രകൃതിയുടെ നിക്ഷേപത്തിൽ നിന്ന് ആത്മാവിൽ തിരിച്ചു പിടിച്ച് ഭൗതിക മണ്ഡലത്തിലേക്ക് മാറ്റി എടുത്ത് ഉപയോഗിക്കാൻ യേശുവിന് കഴിഞ്ഞത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അളവില്ലാത്ത ദൈവശക്തിയുടെ വ്യാപാരമായിരുന്നു. അതേ ദൈവശക്തി ഇന്ന് രാത്രി ഹോളിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദൃശ്യമണ്ഡലത്തിൽ നിന്ന്, പ്രകൃതിയുടെ ഗുപ്ത നിക്ഷേപങ്ങളിൽ നിന്ന് സ്വന്തം വായ കൊണ്ട് ചിലതിനെ ആത്മാവിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നുണ്ട്. കരമുയർത്തി പറഞ്ഞ് അതെന്റെ മേൽ വരട്ടെ, ആ അധികാരം എൻ്റെ മേൽ വരട്ടെ, ആ കൽപ്പിക്കാനുള്ള ലീഗൽ റൈറ്റ് എൻ്റെ മേൽ വരട്ടെ. എൻ്റെ മേൽ ഇന്ന് രാത്രി അത് വീഴാൻ തുടങ്ങട്ടെ. യേശുവിലും അവൻ വ്യാപരിച്ചു. ആര്? പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. യേശുവിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ എന്ത് സംഭവിച്ചുവോ അതിനേക്കാൾ ഇരട്ടിയായ കാര്യങ്ങൾ ഈ തലമുറയിൽ നിങ്ങളിലൂടെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. കാരണം ദൈവം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് ആ അത്ഭുതത്തിനു വേണ്ടി അല്ലെങ്കിൽ ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയ ഒരു അനുകൂലമായ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ദൈവം എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൂട്ടത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ ആദ്യം ചെയ്യുന്ന കാര്യം ആ അത്ഭുതത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയറിനെ ഉണ്ടാക്കുകയാണ്, ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ആ അന്തരീക്ഷത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹാലേ. തെളിവ് വേണമെങ്കിൽ ഞാൻ വേഗത്തിലൊരു വാക്യം നിങ്ങളെ കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഭൂമി പാഴ്ശൂന്യമായിരുന്നു. അതിൻ്റെ ദൈവശാസ്ത്രമൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യം തന്നെയാണ്. ദൈവം ഒരിക്കലും ഒന്നും പാഴും ശൂന്യമായി ഉണ്ടാക്കുകയില്ല. അതെന്തുകൊണ്ട് പാഴായി എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ എന്തുകൊണ്ട് പാഴായോ അതിൻ്റെ മേൽ അടുത്തൊരു റീക്രിയേഷൻ നടത്തുന്നതിന് വേണ്ടി, മറ്റൊരു പുനഃസൃഷ്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി അവൻ ആദ്യം കൽപ്പിക്കുകയല്ല ചെയ്തത്, അവൻ അവൻ്റെ ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ അതിൻ്റെ മുകളിലൂടെ പരിവർത്തിക്കാൻ വേണ്ടി അനുവദിച്ചു. അതിനർത്ഥം എന്തിൻ്റെയെങ്കിലും മുകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടായാൽ, അവിടെ കൊടുത്തിരിക്കുന്ന പദം വളരെ മനോഹരമാണ്, റൂഹ. റൂഹ റൂഹ എവിടെയെങ്കിലും വ്യാപരിക്കാൻ തുടങ്ങിയാൽ അതിനർത്ഥം അവിടെ പെട്ടെന്ന് തന്നെ ഒരു സൃഷ്ടിപ്പ് നടക്കാൻ തുടങ്ങും. ബ്രദർ, എൻ്റെ ശരീരത്തിൽ രോഗമിരിക്കുകയാണ്, ധൈര്യമായിട്ടിരിക്കൂ. ഈ രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത്തിൻ്റെ പുതപ്പിനകത്തോട്ട് കയറിക്കോ, വേഗത്തിൽ സൃഷ്ടിപ്പ് നടക്കും.
അയ്യോ ബ്രദർ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് ചെയ്തേ പറ്റുള്ളൂ. ധൈര്യമായിട്ടിരിക്കൂ. ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന ആ കവറിങ്ങിനകത്തേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിഴലിനകത്തേക്ക് നിങ്ങൾ കയറി നിൽക്കൂ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സൃഷ്ടിപ്പ് നടക്കും. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും മുമ്പേ തന്നെ അവൻ അവൻ്റെ റൂഹായെ അയക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിലരുടെ ജീവിതത്തിൽ പേഴ്സണലായ ചില ക്രിയേഷൻസുകൾ നടക്കാൻ വേണ്ടി ഇന്ന് രാത്രി റൂഹ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആഴത്തിൻ്റെ മീതെ അവൻ പണ്ട് വ്യാപരിച്ചതുപോലെ ഇന്ന് ഈ ചർച്ചിൻ്റെ ഹോളിനകത്തിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ മുകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കവറിങ് വന്ന് വീഴുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിച്ച് വേഗത്തിൽ ചില സൃഷ്ടിപ്പുകൾ നടത്തുന്നു. ചിലതുണ്ടാകുകയാണ്, ചിലത് ഉളവാക്കപ്പെടുകയാണ്. Thank you, Ruah. Thank you, Holy Spirit. Thank you, Holy Spirit. നിങ്ങളെ എവിടെയാണോ അവൻ ശൂന്യമാക്കിയത്, നിങ്ങളെ എവിടെയാണോ അവൻ തകർത്തത്, നിങ്ങളെ ഏത് മേഖലയിലാണോ അവൻ അവസാനിപ്പിച്ചത്, നിങ്ങളെ ഏത് മേഖലയിലാണോ അവൻ പരാജയപ്പെടുത്തിയത്, അതേ ഇടങ്ങളിൽ ഇന്ന് രാത്രി റൂഹ ഇറങ്ങുന്നു. ഞാൻ ഇനിയും സ്പെസിഫിക് ആയിട്ട് പറയണോ? എവിടെയാണോ നിന്റെ കുടുംബത്തെ തകർക്കാൻ പിശാച് ശ്രമിച്ചത്, അതേ കുടുംബത്തിനകത്ത് ഈ രാത്രി റൂഹ ഇറങ്ങുന്നുണ്ട്. എവിടെ നിന്നാണോ നിങ്ങളുടെ സാമ്പത്തിക തകർച്ച ആരംഭിച്ചത്, അതേ മേഖലയിൽ ഈ രാത്രി റൂഹ ഇറങ്ങുന്നുണ്ട്. Wonderful Holy Spirit hovering over this place now, Ruha. ഈ സ്ഥലത്തെ മുഴുവൻ ഇപ്പോൾ റൂഹ കീഴടക്കുകയാണ്. എവിടെയാണോ നിങ്ങളുടെ ആരോഗ്യം അവസാനിച്ചത്, ആ ആരോഗ്യമില്ലാത്ത ശരീരത്തിൻ്റെ മേൽ ഇന്ന് രാത്രി റൂഹ ഇറങ്ങുന്നുണ്ട്. ഒന്ന് പറഞ്ഞ്, റൂഹ എൻ്റെ മേൽ ഇറങ്ങുന്നുണ്ട്. റൂഹ എൻ്റെ ശുശ്രൂഷയിൽ ഇറങ്ങുന്നുണ്ട്. എവിടെയാണോ ശുശ്രൂഷ ഒരു പരിധി വരെ എത്തി അവസാനിച്ചു പോയത്, അവിടെ ഇന്ന് രാത്രി റൂഹ ഇറങ്ങുന്നുണ്ട്. ജീവിതത്തിൽ മുമ്പിലേക്ക് ഒരു ഗതിയുമില്ല, ഒരു വഴിയുമില്ല എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ, ആശയക്കുഴപ്പത്തിലാകുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന റൂഹായ്ക്ക് വന്ന് ഇറങ്ങാൻ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണം. എത്ര ആഴമുള്ളതാണെങ്കിലും, എത്ര ഇരുൾ മൂടിയതാണെങ്കിലും, എത്ര രൂപരഹിതമായി പോയതാണെങ്കിലും, റൂഹ വ്യാപരിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതിനകത്ത് പുതിയ ചിലത് ഉളവായി വരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പുതിയത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പുതിയ ചിലതുണ്ടാകുന്നു. Something new is happening in your life. Holy Spirit, something new is happening in your life. ചില പുതിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരംഭിക്കാൻ തുടങ്ങുന്നു. ഇതോടൊപ്പം എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? യെസ്. എത്ര പേർക്ക് അത് ആവശ്യമുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഒരു പുതിയത് തുടങ്ങുന്നു കേട്ടോ, ഒരു പുതിയത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം ഈ രാത്രിയിലും കഴിഞ്ഞ പകലിലുമൊക്കെ പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ മേൽ നിഴലിട്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന തീർന്നു കഴിയുമ്പോൾ സാക്ഷ്യങ്ങളുടെ ഒരു നീണ്ട നിര വരും. 21 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിച്ചു, ഇത് നിവർത്തിക്കപ്പെട്ടു, ഈ കാര്യം സോൾവായി, ഇതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കപ്പെട്ടു, ആ രോഗം സൗഖ്യമായി, ആ ശാപം മാറിപ്പോയി, ആ ബന്ധനം അഴിഞ്ഞു മാറി, ഞങ്ങൾ അവിടെ നിന്ന് സ്വതന്ത്രരായി, ഞങ്ങൾ പുതിയതിലേക്ക് കാൽ വെച്ചു, അർഹിക്കാത്ത ചിലത് ഞങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്നു ചേർന്നു, ഞങ്ങൾ ചിലതിൻ്റെ മേൽ സൈനിടുകയാണ്, ഞങ്ങൾ ചിലതിന് അഡ്വാൻസ് കൊടുക്കുകയാണ്, ഞങ്ങൾ ചിലതിനെ തിരിച്ചു പിടിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആദ്യത്തെ ദിവസം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷത്തിനകത്തോട്ട് നിങ്ങൾ കയറി നിൽക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പാഴ് ശൂന്യമായി കിടന്നതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് കവർ ചെയ്യാൻ തുടങ്ങി. റൂഹായുടെ കവറിങ് വന്നു. റൂഹ വന്ന് മൂടിക്കഴിഞ്ഞാൽ അടുത്തു വരേണ്ടത് ദൈവത്തിൻ്റെ ഒറാക്കിളാണ്, അവൻ്റെ അരുളപ്പാടുകളാണ്. കർത്താവിൻ്റെ കൃപ കൊണ്ട് ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിന് വേണ്ടി അവൻ സ്പെഷ്യലായി ഒന്ന് അരുളി ചെയ്യുന്നില്ല. ഓൾറെഡി ഒറാക്കിൾ വന്നു കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ കരത്തിലിരിക്കുന്ന വേദപുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ചങ്കൂറ്റത്തോട് പറഞ്ഞേ, ഇതിനകത്തുള്ളത് മുഴുവൻ എൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്.
എൻ്റെ ജീവിതത്തെ നോക്കി അവൻ പറഞ്ഞിരിക്കുന്ന അരുളപ്പാടുകളാണ്. ശൂന്യത എൻ്റെ കുടുംബത്തിൽ പിശാച് സൃഷ്ടിക്കുമ്പോൾ ദൈവം ഈ തിരുവെഴുത്തിനകത്തുകൂടി എന്നോട് പറയുന്നു, നീ ശൂന്യനാകുകയില്ല, നീ നിറയാൻ വേണ്ടി പോവുകയാണ്. ജീവിതത്തിൽ ഒന്നൊന്നായി പിശാച് തട്ടിത്തെറിപ്പിക്കുമ്പോൾ ഈ തിരുവെഴുത്ത് ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നു, നിങ്ങൾ വായ്പ വാങ്ങുകയില്ല, നിങ്ങൾ വായ്പ കൊടുക്കുന്നവരായി മാറുകയാണ്. ജീവിതത്തിൽ അനവധിയായി ഉണ്ടാകുന്ന സങ്കീർണമായ സമ്മർദ്ദങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ഞെരുക്കുമ്പോൾ ഈ തിരുവെഴുത്ത് ഓൾറെഡി എന്നോട് പ്രോമിസ് ചെയ്തിരിക്കുന്നു, നീ വാലല്ല, നീ തലയാകാൻ പോവുകയാണ്. നിന്നെ ഞാൻ രാജകീയ അഭിഷേകം നൽകിയിരിക്കുകയാണ്. നിന്നെ ഞാൻ രാജകീയ പുരോഹിതമാക്കി വർഗമാക്കി വെച്ചിരിക്കുകയാണ്. നിന്നെ ഞാൻ വാടാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി വചനം വരണോ? ഒറാക്കിൾ ഓൾറെഡി കെയിം. അരുളപ്പാടുകൾ മുന്നേ വന്നു കഴിഞ്ഞു. എന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിപ്പ് നടക്കാത്തത്? റൂഹ ഇല്ല. റൂഹ ഇല്ലാത്ത ഇടത്ത് ഒറാക്കിളിനൊന്നും ചെയ്യാൻ പറ്റില്ല, അരുളപ്പാടുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് ഏതും മേഖലയിലാണോ റൂഹ വ്യാപരിച്ചു കഴിഞ്ഞിട്ട് ഒറാക്കിൾ വന്നാൽ അവിടെ ക്രിയേഷൻ നടക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്തോട്ട് കവിഞ്ഞൊഴുകി പടർന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദൈവവചനത്തിലെ ഓരോ വചനവുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ആ വചനം നിങ്ങളുടെ ലൈഫിൽ സൃഷ്ടിപ്പുകളെ നടത്താൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ റൂഹായുടെ വലിയ സാന്നിധ്യം ഈ ഹോളിനകത്ത് മുഴുവൻ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. റൂഹ വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി സൃഷ്ടിപ്പ് നടക്കും. എവിടെയൊക്കെ ദൈവം എന്തൊക്കെ കാര്യം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം റൂഹായുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ തുടങ്ങിയ എല്ലാ അപ്പോസ്തലന്മാരും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള ജീവിതത്തിനാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂഹ വ്യാപരിക്കുന്ന ഇടത്തെല്ലാം ചില അൺയൂഷ്വലായ കാര്യങ്ങൾ സംഭവിക്കും. ഇന്നലെ വരെ മറഞ്ഞിരുന്നതും ഇന്നലെ വരെ ഇല്ലാതെ ഇരുന്നതുമായ ചില കാര്യങ്ങൾ റൂഹ വന്നു കഴിഞ്ഞാൽ വെളിയിൽ വരാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ റൂഹായാണ് ചിലതിനെ അൺവെയിൽ ചെയ്യുന്നത്, മറ നീക്കി പുറത്തു കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചില ദൂതുകൾ ചില കുടുംബങ്ങളുടെ മേൽ കൈമാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പിശാച് മറച്ചുവെച്ച പലതിനെയും ഈ ഉപവാസ പ്രാർത്ഥനയിൽ റൂഹ അൺവെയിൽ ചെയ്യും. നിങ്ങളുടെ കാണരുത്, നിങ്ങൾ അനുഭവിക്കരുത്, നിങ്ങളുടെ കൈകൊണ്ട് സ്പർശിക്കരുത് എന്ന് പിശാചിന് നിർബന്ധമുള്ള പലതും നിങ്ങളുടെ ജീവിതത്തിൽ അവൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ റൂഹ വരുമ്പോൾ തിരശീല മാറിയിട്ട് ചിലത് നിങ്ങളുടെ ജീവിതത്തിനകത്തോട്ട് ഓവർഫ്ലോ ചെയ്ത് വരാൻ തുടങ്ങും. ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. നിങ്ങൾ എപ്പോഴാണോ പരിശുദ്ധ ആത്മാവിനോടുള്ള ജീവിതത്തെ ഒരളവിന് അപ്പുറത്തേക്ക് കയറി അനുഭവിക്കാൻ തുടങ്ങുന്നത്, സഡൻലി യു ക്യാൻ ഫീൽ സം ബ്രേക്ക് ത്രൂസ് ഇൻ യുവർ ലൈഫ്. പെട്ടെന്ന് ചിലത് മാറി മറിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ പരിചയമുള്ള അനുഭവമുള്ള ഒത്തിരി പേരോട് ചോദിക്കും, അവരെല്ലാം പറയും ഒരു ലെവൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നാണ് ഹോളി സ്പിരിറ്റുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായത്. അതോടുകൂടി അങ്ങ് പ്രാർത്ഥന മാറി, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ജീവിതം പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റായ സമയത്ത് എവിടെ നിന്നില്ലാത്ത രീതിയിൽ വളർച്ചകൾ വരാൻ തുടങ്ങി, അസാധാരണമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി, സൗഖ്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് അങ്ങനെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റീവായിട്ടുള്ളൊരു മിറക്കിൾ ആരാ പ്രതീക്ഷിക്കുന്നത്? ഈ രാത്രിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അത്ഭുതം ആരാ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് തിരുവചനത്തിൽ നിന്ന് പറയാൻ ഒരൊറ്റ സത്യമേ ഉള്ളൂ, റൂഹായെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കവിഞ്ഞൊഴുകാൻ വേണ്ടി അനുവദിക്കുക. അവൻ വ്യാപരിച്ചാൽ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിയിൽ വരാൻ തുടങ്ങും. അവൻ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ മറഞ്ഞിരിക്കുന്നത് മുഴുവൻ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ വ്യാപരിക്കാൻ തുടങ്ങിയാൽ വഴിയില്ലാത്തടത്ത് വഴി തുറക്കും. ആ ഓറഞ്ച് ഷോൾ ഇട്ടിരിക്കുന്ന സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രാത്രി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിപരമായ എന്തോ ചെയ്യുന്നെന്ന് ആത്മാവിനോട് സംസാരിക്കുന്നു. ചിലതിനെ കർത്താവ് ഇല്ലാത്ത ഇടത്ത് ഉള്ളതുപോലെ വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിലതിനെ ഡിസംബർ മാസം 18 എന്ന് പറയുന്നൊരു ഡേറ്റ് കർത്താവിനോട് പറയുന്നു. ഡിസംബർ മാസം 18 മുൻപ് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിവൈൻ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് വരെയും അത് അക്കംപ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരടയാളത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് റൂഹ ഇറങ്ങി വരാൻ പോവുകയാണ്. കമോൺ, കണ്ണൊന്ന് അടച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിലപ്പ. ഇപ്പോൾ ഞാൻ ആ സഹോദരിയെ നോക്കി കൽപ്പിക്കുക. ഹല്ലേലൂയ. ലാമറോ ശഖായ മാമ ലെംടോലോ ബ്രോഹാസ്മിയാന തല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ രാത്രിയിൽ
സൃഷ്ടിക്കപ്പെടുന്ന ഒന്ന് അവരുടെ മേൽ വീഴട്ടെ. സൃഷ്ടിക്കപ്പെടുന്ന ഒന്ന് ഇവരുടെ മേൽ വീഴുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവർ ഈ ഹോളിനകത്തോട്ട് വന്നത് തന്നെ സൃഷ്ടിപരമായ ഒരു മിറക്കിൾ കാണാൻ വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിനകത്ത് ദൈവം എന്തെങ്കിലും ചെയ്തിട്ടല്ലാതെ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനകത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവെന്ന റൂഹ നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ എത്ര ആഴത്തിലുള്ള തകർച്ചയാണെങ്കിലും അതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് ഈ സഭ മുഴുവൻ സാക്ഷികളായി കാണും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ മേൽ റൂഹായുടെ വലിയ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് ഒരു വലിയ സൃഷ്ടിപ്പ് നടക്കട്ടെ, ഒരു വലിയ സൃഷ്ടിപ്പ് നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ദൈവപ്രവൃത്തികൾ എവിടെയൊക്കെ നടക്കുന്നുവോ അവിടെയെല്ലാം അവൻ വ്യാപരിക്കും. ആമേൻ. എവിടെ ദൈവപ്രവൃത്തി നടക്കുന്നുവോ അവിടെയെല്ലാം അവൻ വ്യാപരിക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം, 14-ാമത്തെ അധ്യായം. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യം. മോശ കടലിന്മേൽ കൈനീട്ടി. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ്. എവിടെ സംഭവം എന്നറിയാമല്ലോ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയാമല്ലോ. ഇസ്രായേൽ ജനം മുഴുവൻ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്ത നാട്ടിലോട്ട് പോകാനുള്ള വഴി വക്കിൽ പുറകെ സഞ്ചരിച്ചു വരുന്ന സൈന്യത്തിൻ്റെ, ഫറവോൻ്റെ സൈന്യത്തിൻ്റെയും മുൻപിൽ വഴി തടഞ്ഞു നിൽക്കുന്ന ആ വലിയ കടലിൻ്റെയും നടുവിൽ ഇസ്രായേൽ ജനം നിൽക്കുന്ന സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ ഈ കടലിനെ വിഭാഗിക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ വിഭാഗിക്കുന്നത്? അതിശക്തിയായ ഒരു കിഴക്കൻ കാറ്റിനെ ഞാൻ ഈ കടലിൻ്റെ മേൽ അടുപ്പിക്കും. അതിന് ശരിക്കും അവിടെ കൊടുക്കുന്ന എബ്രായ പദം എന്താണെന്നറിയാമോ? റുഹ. അന്നപ്പോൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വഴി തുറന്നത് ആരാ? പരിശുദ്ധാത്മാവ്. ആമേൻ. ഏത് ശക്തമായ ഒഴുക്കാണെങ്കിലും, ഏത് പിൻവാങ്ങാത്ത ശക്തിയാണെങ്കിലും, ചരിത്രത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രോമിസിനകത്തുകൂടെ നടക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ റൂഹ ചില വഴികളെ അടിച്ചു തുറക്കാൻ തുടങ്ങും. ആമേൻ, ആമേൻ. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും കടൽ പിൻവാങ്ങിയതായിട്ട് ചരിത്രത്തിലുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അത്ഭുതം നടന്നതായിട്ട് ഹിസ്റ്ററിയിലുണ്ടോ? അത് വിശ്വസിക്കാൻ തക്കവണ്ണം മുമ്പ് അവർ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു അത്ഭുതം. ആമേൻ. ഇന്ന് വരെ എങ്ങും സംഭവിച്ചിട്ടില്ലാത്ത ചിലത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. കാരണം പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ ചലിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ചരിത്രത്തിലുള്ളതിനെ അല്ല അവൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വരെ ഇല്ലാത്ത ചിലതിനെ അവൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഒരു രാത്രി മുഴുവൻ റൂഹ ചെങ്കടലിൻ്റെ മേളിലേക്ക് ഇറങ്ങി വന്നു. അതിൻ്റെ സമ്മർദ്ദത്തെ അവൻ്റെ കൈകൊണ്ട് അവൻ വകഞ്ഞു മാറ്റി. അതിനകത്ത് അവൻ ഉണങ്ങിയ നിലമുണ്ടാക്കി. റൂഹ ഒരുക്കിയ വഴിക്കകത്തുകൂടി, റൂഹ എന്ന ആഞ്ഞു വീശുന്ന കാറ്റിൻ്റെ അകത്തുകൂടിയാണ് ഇസ്രായേൽ ജനം ആദ്യമായിട്ട് കയറി വന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് ചോദിക്കുകയാണ്. ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി ഒരു പ്രവചനം പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി റൂഹായോട് പറയേ, റൂഹ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചിലതിനെ അടിച്ചു തുറക്കാൻ വേണ്ടി പോവാം. ചിലത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് റൂഹ മുഖാന്തരം തുറന്നു വരികയാണ്. റൂഹ മുഖാന്തരം തുറന്നു വരികയാണ്. റൂഹ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലതിനെ ഓപ്പൺ ചെയ്യുകയാണ്. ഇന്ന് രാത്രി ആരാ അത് വിശ്വസിക്കുന്നേ? പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോൾ എത്ര ശക്തിയേറിയ ചെങ്കടലാണെങ്കിലും അതിനെ രണ്ടാക്കി വകഞ്ഞു മാറ്റിയിട്ട് അതിനകത്തുകൂടി ഒരു പുതിയ വഴിയെ തുറക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. ഒരു രാത്രി മുഴുവൻ ഇസ്രായേലിന് വേണ്ടി റൂഹ വീശിയപ്പോൾ അവിടെ ഒരു വഴി തുറന്നു.
ഞാനൊരു വെളിപ്പാട് പറഞ്ഞോട്ടെ. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം മുൻപിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു 12 പേരുണ്ട്. ശരി, 11 പേര് പോയി, ഒരുവൻ പോയി അവന് പകരം ചീട്ടിട്ട് മറ്റൊരാളെ എടുത്തു. 12 പേരുണ്ട്. പേടിച്ചരണ്ടിരിക്കുന്ന 12 പേർ. മുമ്പിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നതുകൊണ്ട് മാത്രം, അതൊരൊറ്റ തെറ്റ് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ യഹൂദന്മാരുടെ അതിതീവ്രമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിതീവ്രമായ പീഡ ഏൽക്കുമെന്ന് നല്ല ബോധ്യമുള്ള ചിലർ അതിനകത്തിരിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞതുപോലെ പേടിച്ചിരിക്കുന്ന അവരുടെ ജീവിതത്തിനകത്തോട്ട് അടുത്ത ഒരു വഴി തുറക്കുന്നതിന് വേണ്ടി അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അന്ന് ചെങ്കടലിന്റെ മേൽ അടിച്ചവൻ ഇന്ന് ഇതാ മാളിക മുറിക്കകത്തടിക്കുന്നു. അന്ന് ചെങ്കടലിന്റെ മേൽ അടിച്ചപ്പോൾ അവൻ സമുദ്രത്തെ വിഭാഗിച്ചെങ്കിൽ ഇവിടെ മാളിക മുറിയിൽ അടിച്ചപ്പോൾ അവൻ സാമ്രാജ്യങ്ങളെ വിഭാഗിച്ചു കളഞ്ഞു. അന്ന് ചെങ്കടലിൽ അടിച്ച അതേ റൂഹ, മാളിക മുറിയിൽ അടിച്ച അതേ റൂഹ ഇന്ന് രാത്രി ബദേലേജിയുടെ ഹോളിനകത്ത് അടിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് ചിലതിനെ തുറന്നിടാൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില പുതിയ കണക്ഷൻസിനെ ഓപ്പൺ ചെയ്യാൻ, ചില രാജ്യങ്ങളെ ഓപ്പൺ ചെയ്യാൻ, പിശാച് അടച്ചു വെച്ചിരുന്ന ഭീതിയുടെ മതിലുകളെ തകർത്തെറിയാൻ ഈ രാത്രിയിൽ റൂഹ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ചാടി എഴുന്നേറ്റ് ആത്മാവിനോട് പ്രതികരിക്കാൻ തുടങ്ങിക്കേ. വിശ്വസിക്കുന്നവർ ചാടി എഴുന്നേറ്റ് കൊടുങ്കാറ്റിനെ സ്വീകരിക്കാൻ തുടങ്ങിക്കേ. ഞാൻ ആത്മാവിൽ ഇതിനകത്തിരിക്കുന്ന ചിലരോട് പ്രവചന ശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നു. നീ ഒഴുകി വരുന്ന ഒരു നദിയാണെങ്കിൽ നിന്നെ അണകെട്ടി നിർത്താൻ കഴിയും. എന്നാൽ നീ വീശിയടിക്കുന്ന ഒരു കൊടുങ്കാറ്റാണെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. ഇന്ന് രാത്രി റൂഹ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ പരിശുദ്ധയാത്മാവ് എന്റെ മേലും വ്യാപരിക്കുന്നു. ഈ കലമുറയിലെ, ഈ കാലഘട്ടത്തിന്റെ, ഈ ആത്മീയ ഗോളത്തിലെ അടുത്ത സീസണിലെ വീശിയടിക്കുന്ന കാറ്റായി പരിശുദ്ധാത്മാവ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഇന്ന് റൂഹ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ സ്വഭാവമാണ് വീശിയടിക്കുക എന്നുള്ളത്. അങ്ങനെ രാജ്യങ്ങളിലേക്ക് വീശിയടിക്കുന്ന ആത്മാവിനോട് പറയുന്നു, ഈ നിമിഷം തന്നെ ദൈവം ചിലരെ അങ്ങനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഉണർവിന്റെ കാറ്റായിട്ട് അവൻ ചിലരെ ഈ രാത്രി അപ്പോയിന്റ് ചെയ്യുകയാണ്. റൂഹ is coming upon you now. Ruha is coming upon you now. Am shakamanalathaya. Lam tebelian talmra hasbial talababa. Rasmi kantolo broshmia talababa. ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. കാതറിൻ കുൾമാന്റെ ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത്, കാതറിൻ കുൾമാൻ വേദിയിൽ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ എങ്ങും ഇല്ല എങ്കിൽ പോലും, സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകലാണെങ്കിലും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രിയാണെങ്കിൽ പോലും ആകാശത്ത് നിന്ന് ഇടിമിന്നലുകളും വലിയ ശക്തിയേറിയ കാറ്റുകളും അടിക്കുമായിരുന്നെന്ന്. അസാധാരണമായ ദൈവസാന്നിധ്യത്തെ ചുമന്നു നിൽക്കുന്ന ഒരു വനിത ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ പ്രകൃതിക്കകത്ത് പോലും റൂഹായ്ക്ക് അത്തരം ചലനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഞാനൊരു ആത്മാവിൽ ഉത്സാഹമുള്ളവരെ നോക്കി ഒരു ദൂത് പറഞ്ഞാൽ എത്ര പേർ അതെടുത്തുകൊണ്ട് വീട്ടിൽ പോകും? എത്ര പേർ സ്വന്തം ജീവിതത്തിലേക്ക് അതിനെ പിടിച്ചെടുത്തുകൊണ്ട് പോകും? അടുത്ത കാലഘട്ടത്തിലേക്ക്, രാജ്യങ്ങളിലേക്ക് വീശുന്ന, ഒന്നിനും തടയാൻ പറ്റാത്ത, നിയമങ്ങൾക്ക് തടയാൻ പറ്റാത്ത, നിയമങ്ങൾക്ക് തടയാൻ പറ്റാത്ത ഒരു ഉണർവിന്റെ കാറ്റായി ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ എ റഷിംഗ് വൈൻഡ്. നിങ്ങളാണ് ഈ തലമുറയിലെ വീശിയടിക്കുന്ന കാറ്റ്. അന്ന് അവൻ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു. ആ റൂഹ പിന്നീട് യേശുവിൻ്റെ കൂടെ വന്നപ്പോൾ യേശു മത നിയമങ്ങളെയെല്ലാം പറത്തിക്കളഞ്ഞു. യേശു പള്ളിയുടെ നിയമങ്ങളെല്ലാം പറത്തിക്കളഞ്ഞു. യേശു ചിന്തകളെല്ലാം പറത്തിക്കളഞ്ഞു. അന്നുവരെ അവർ കണ്ടിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതും അവരുടെ ചരിത്രത്തിലെ പുരുഷന്മാരാരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ യേശു വെളി കൊണ്ടുവരാൻ തുടങ്ങി. കമോൺ. യേശുവിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, അവൻ ഒരു വീശി അടിക്കുന്ന കൊടുങ്കാറ്റായിരുന്നു. യെരുശലേമിനെ മുഴുവൻ, യഹൂദിയെ മുഴുവൻ, ശമരിയെ മുഴുവൻ, നസറത്തിനെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഒരു കൊടുങ്കാറ്റായിട്ട് 3.5 വർഷം യേശു ആഞ്ഞടിച്ചിട്ട് പറഞ്ഞു, പോകല്ലേ, ആരും പോകല്ലേ, യെരുശലേമിൽ നിന്ന് ആരും പോകല്ലേ. ചെങ്കടലിനെ കീറിയ റൂഹ, ഇല്ലാത്ത ഇടത്തിനെ ഉളവാക്കിയെടുക്കാൻ വ്യാപരിച്ച, ശൂന്യതയുടെ മേൽ വ്യാപരിച്ച റൂഹ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും.
അവൻ നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ അവനെ പോലെയായി മാറും. ഇന്ന് ദൈവസഭയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങൾ അവന്റെ സ്വഭാവങ്ങളിലേക്ക് മാറാൻ തുടങ്ങും. നിങ്ങൾ കാറ്റിനെ സ്വീകരിച്ചാൽ നിങ്ങൾ ഒരു വിഷയടിക്കുന്ന കൊടുങ്കാറ്റായി മാറും. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ലൂക്കോസ് എഴുതി വെച്ചു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ മുഴക്കമുണ്ടായി. ഒരു വലിയ കൊടുങ്കാറ്റ് അവരുടെ മാളിക മുറിയുടെ മേൽ നിറച്ചു. അന്ന് മാളിക മുറിയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിന്റെ ശക്തിയാണ് ഇന്നും ബാംഗ്ലൂരിൽ ഒരു സഭ ഉയർന്നു നിൽക്കുന്നത്. ലോകവ്യാപകമായി ദൈവസഭകൾ ജനിച്ചു വീണത് ഒറ്റ കൊടുങ്കാറ്റിനകത്താണ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞാൽ പിടിക്കാൻ പറ്റുമോ? അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവ് മറ്റൊരു പ്രോമിസ് വെച്ചിട്ട് പോയി, അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും I will pour out my wind. ഞാൻ എൻ്റെ കാറ്റിനെ എടുത്തിടാൻ വേണ്ടി പോവുകയാണ്. ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത, പൈശാചിക സാമ്രാജ്യങ്ങൾക്ക് പിടിക്കാൻ കഴിയാത്ത, പിശാചിന്റെ ആയുധങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയാത്ത, രോഗത്തിനും ബന്ധനങ്ങൾക്കും വിധേയപ്പെട്ടു കൊടുക്കാത്ത ഒരു കൊടുങ്കാറ്റാണ് ഞാനെന്ന് ഉറപ്പുള്ളവർ ആത്മാവിനോട് പ്രതികരിച്ചു പറഞ്ഞേ, യെസ്, ഈ തലമുറയിലെ ഉണർവിന്റെ കാറ്റായി പരിശുദ്ധാത്മാവിനെ മാറ്റുന്നു. Thank you, Ruha, for your presence. Thank you, Ruha, for your presence. ഞാനിത് പറയുമ്പോൾ ആത്മാവിനോട് പറയുന്നു, ചിലരുടെ ശരീരങ്ങളിൽ നിന്ന് രോഗങ്ങൾ ആ കാറ്റിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി പറന്നു മാറുകയാണ്. അത് തെറിച്ചു പോവുകയാണ്. ചങ്ങല കണ്ണികൾ ഇന്ന് രാത്രി കാറ്റിന്റെ ശക്തിയാൽ തെറിച്ചു പോവുകയാണ്. നേരത്തെ പാസ്റ്റങ്ങൾ പറഞ്ഞതുപോലെ ഒരു കൊടുങ്കാറ്റടിച്ചപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ അതിൻ്റെ ശക്തിയുടെ പ്രഹരം കൊണ്ട് തെറിച്ചു പോയെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായിട്ട് വന്നു നിന്ന് അനവധി ആയുധങ്ങളും മാർത്ത് കെട്ടിക്കൊണ്ട് അവൻ പറയുന്നില്ലേ, ഒരടി നിന്നെ ഞാൻ അനങ്ങാൻ സമ്മതിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും അനുഭവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ഒരു രൂപ പോലും മിച്ചം വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് ഒരാൾക്ക് പോലും സ്വസ്ഥത ഞാൻ കൊടുക്കുകയില്ല, സമാധാനം കൊടുക്കുകയില്ല. നാല് ചുറ്റും അവൻ നിൽക്കുമ്പോൾ വീണ് കിടന്ന് നിലവിളിക്കാനല്ല ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത്, വീശി അടിക്കുന്ന കൊടുങ്കാറ്റായി മാറ്. നിങ്ങളുടെ ശക്തിയുടെ പ്രഹരം കൊണ്ട് ഞാനൊരു അതിശയോക്തി പറയാം മക്കളെ, അവൻ അടിച്ച് നരകത്തിൽ പോയി വീഴട്ടെ. നരകത്തിന്റെ സകല ദൂതന്മാരും, ദാരിദ്ര്യത്തിന്റെ പിശാചും, രോഗത്തിന്റെ ബന്ധനങ്ങളും, അസമാധാനത്തിന്റെ പിശാചുക്കളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീ റൂഹായുടെ ശക്തിയിലേക്ക് കയറുമ്പോൾ കാറ്റടിച്ച് പറക്കുന്നത് പോലെ, പതിർ പാറിപ്പോകുന്നത് പോലെ നിനക്കെതിരെ ഉയരുന്ന സകല ആയുധങ്ങളും ഇന്ന് രാത്രി പാറിപ്പോവുകയാണ്. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഇനിമേൽ ഫലിക്കുകയില്ല. കാരണം കാറ്റിനെതിരെ ആർക്കെങ്കിലും ആയുധം ഉണ്ടാക്കാൻ പറ്റുമോ? കാറ്റിനെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടാൻ പറ്റുമോ പാസ്റ്ററേ? ഒരു കൊടുങ്കാറ്റ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കാനല്ലാതെ വേറൊരു മാർഗവുമില്ല. മതിൽ കെട്ടി ചെറുക്കാൻ പറ്റുമോ? കെട്ടുന്ന മതിൽ എത്ര വലിയ ഫൗണ്ടേഷൻ ഉള്ളതാണെങ്കിലും കാറ്റിൻ്റെ ഒരൊറ്റ പ്രഹരത്തിൽ അത് ഇടിഞ്ഞു മാറും. ആർക്കും തടുക്കാൻ പറ്റാത്തൊരു കൊടുങ്കാറ്റാണ് റൂഹ. ഇന്ന് ആ റൂഹ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവൻ പണ്ട് ക്രിസ്തുവിൽ വ്യാപരിച്ചു, ഇപ്പോൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. അവൻ കേവലം ഒരു ദൈവശക്തിയല്ല, അവൻ പരിശുദ്ധ ആത്മാവാണ്. അവനൊരു കാറ്റാണ്. ആ കൊടുങ്കാറ്റ് ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വെളിപ്പാട് കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർമ്മേലിൻ്റെ മലയുടെ മുകളിൽ നിന്നിട്ട് ഏലിയാവ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ പ്രവാചകനാണെന്നും ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ നിന്റെ ദൈവശബ്ദമാണെന്നും നിന്റെ അരുളപ്പാടുകളാണെന്നും ഈ ജാതീയ ദേവന്മാരുടെ മുമ്പിൽ വീണ് കിടക്കുന്ന ഈ ജനം അറിയേണ്ടതിന്, ഇസ്രായേൽ ജനം മുഴുവൻ അറിയേണ്ടതിന് എനിക്ക് നീ ഒരു അടയാളം തരണം. കർത്താവ് പറഞ്ഞു, മോനെ, അടയാളം തരുന്ന പരിപാടിയില്ല. നീ എന്തു ചോദിച്ചാലും സ്വർഗത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ഉത്തരം റുഹ. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവർ കൂട്ടിവെച്ചിരുന്ന യാഗങ്ങളെ എല്ലാം കത്തിച്ച് കളഞ്ഞുകൊണ്ട് ഏലിയാവ് അവൻ്റെ പ്രവാചകനാണെന്ന് ദൈവം പ്രൂവ് ചെയ്തു. യേശു തൻ്റെ 12 ശിഷ്യന്മാർ മനസ്സ് തകർന്ന് മനസ്സിടിഞ്ഞ് നിരാശയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടി അറ്റസ്റ്റേഷനോടുകൂടി
അന്ന് ഈ മോറിയയുടെ മലയിൽ ഇറങ്ങി വന്ന റൂഹ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തി 2:3. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. ഒരു വലിയ കാറ്റ് ആ മാളിക മുറിയുടെ മേൽ വീശി അടിച്ച് നിറഞ്ഞു വന്നു. പെട്ടെന്ന് പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾക്ക് സമമായ ചിലത് അവരുടെ മേൽ വന്ന് പതിഞ്ഞു. അന്ന് മോറിയ മലയുടെ യാഗത്തിന്റെ മേൽ ഇറങ്ങിയ റൂഹ അപ്പോസ്തല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന എൻ്റെ മേൽ ഇറങ്ങിയിരിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയാവോ? എരിച്ചു കളയുന്ന തീയുമാണ് നീ, വീശിയടിക്കുന്ന കൊടുങ്കാറ്റുമാണ് നീ. ആമേൻ. You are carrying the ruha. Hallelujah. തീയോടും കാറ്റിനോടും കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിന് പ്രകൃതിയിൽ നിന്ന് ചേർത്ത് വെക്കാൻ ഏറ്റവും നല്ല മനോഹരമായ ഉദാഹരണങ്ങളാക്കി അവയെ തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അവൻ ചെങ്കടലിലും വീശി, അവൻ യേശുവിൻ്റെ ജീവിതത്തിലും വീശി, അവൻ മാളിക മുറിയിലും വീശി, അവൻ ഇന്ന് രാത്രി ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഏലിയാവ് ചോദിച്ചപ്പോൾ ഇറങ്ങി വന്ന് അതിനെ ഉറപ്പിച്ചു. അവൻ അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നിട്ട് ദൈവരാജ്യത്തെ ഉറപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. യേശു എന്താ പറഞ്ഞത്? യേശു എന്താ പഠിപ്പിച്ചത്? യേശു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ അത് മുഴുവൻ അപ്പോസ്തലന്മാരുടെ ലൈഫിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് എന്താണെന്നറിയാമോ? ദ ഫയർ they received in the Pentecost. പെന്തക്കോസ് ദിവസത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്ന തീയാണ് അവരെ ഉറപ്പിച്ചു കൊടുത്തത്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി സംസാരിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നതിനെ, നിങ്ങൾ ഏറ്റുപറയുന്നതിനെ, നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിനെ ഉറപ്പിക്കാൻ കഴിയുന്ന സ്വർഗീയ അഗ്നി ഇന്ന് നിങ്ങളുടെ മേൽ നിൽക്കുന്നുണ്ട്. 2 പദങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി, ചേർന്ന് പറഞ്ഞ, വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റിനെ ഞാൻ അറിയണം. വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ സഭയിൽ കത്തിക്കയറുന്ന റൂഹ എന്ന അളവില്ലാത്ത അഗ്നിയെ ഞാനൊന്ന് അറിയണം. അറിയുക മാത്രമല്ല, ആ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം ഞാൻ നിറഞ്ഞു വരികയും വേണം. അപ്പോസ്തലന്മാർ അന്ന് പ്രാപിച്ച അളവല്ല ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനേക്കാൾ ഉയർന്ന അളവിൽ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള ദൈവസഭ അതിനേക്കാൾ എത്രയോ ഉയർന്ന തലങ്ങളിലാണ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളെക്കാൾ എത്രയോ ഉയർന്ന തലങ്ങളിലാണ്. ഈ തലമുറയിൽ നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമോ ആ അളവിലേക്ക് നിങ്ങളെ പകരുവാൻ കൊടുങ്കാറ്റായ റൂഹ, ഹല്ലേലൂയ, കത്തുന്ന തീയായ റൂഹ, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം ഇന്ന് രാത്രി ഇതിനകത്ത് അവൈലബിൾ ആണ്. ഹാം ഷബറ ഖാന. 10 മിനിറ്റുകൾ, അതിൽ 9 മിനിറ്റുകൾ മാത്രം ഞാൻ എടുക്കുന്നു. നാം ഒരുമിച്ച് പകൽ പറഞ്ഞതുപോലെ തന്നെ ആ കൊടുങ്കാറ്റിൻ്റെ ശക്തി അറിയാൻ വേണ്ടി പോവാ. ആമേൻ, ആമേൻ. റെഡി ഫോർ ദാറ്റ്? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ആ കരങ്ങളൊന്ന് ഉയർത്തി നിന്നേ. യെസ്. ഞാൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി വരാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നേനെ. ഹല്ലേലൂയ. യെസ്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളിൽ എത്ര പേർ സത്യമായി ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഉണ്ടെങ്കിലേ, ഒരു ആയുസേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് എത്ര നാളുണ്ടാകുമെന്ന് ഒരു നിശ്ചയവും ഇല്ല. ഇന്ന് കാണുന്ന എന്നെ നിങ്ങൾ നാളെ കാണുമെന്ന് എനിക്ക് ഗ്യാരണ്ടി തരാനൊന്നുമില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. 33 വയസ്സിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ 2 കരവും നീട്ടിപ്പിടിച്ചിട്ട് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. അവൻ്റെ രക്തം എൻ്റെ മറുവിലയായി അവസാനം വരെ ഊറ്റിക്കൊടുത്തത് കൊണ്ടാണ് ആരുമില്ലാതെ കിടന്ന, സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടാതിരുന്ന ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് അതുകൊണ്ട് കർത്താവിനോട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരൊറ്റ പിടിവാശിയുള്ളൂ. അവസാനത്തെ ശ്വാസം വരെ എങ്ങനെയെങ്കിലും എരിഞ്ഞങ്ങ് തീരണം. ഞാനിവിടെ എന്തുണ്ടാക്കി എൻ്റെ മക്കൾക്ക് കൊടുത്തു, ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ എന്ത് സമ്പാദിച്ച് എൻ്റെ ബാങ്കിലിട്ടു, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഞാൻ എത്രയധികം പ്രൊഡക്റ്റീവായി, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ജീവനുള്ള കാലം വരെ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങേ അറ്റത്തെ ശുശ്രൂഷയുണ്ടെങ്കിൽ അതെനിക്ക് വേണം. ഈ തലമുറയിൽ കർത്താവിന് എന്തെങ്കിലും ഏറ്റവും ഉയർന്നത് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നിലൂടെ സംഭവിക്കണം. അത്രയും കത്തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യയിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പടർന്നു കയറുന്ന ഒരു കാറ്റായി പരിശുദ്ധാത്മാവ് നിങ്ങളെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബഥേലേജ് ചർച്ചിനോടും ഇതിനകത്തിരിക്കുന്ന വിശ്വാസികളോടും ഇതിനകത്തിരിക്കുന്ന ദൈവ പുരുഷന്മാരോടുമായി ദൈവിക വനിതകളോടുമായിട്ട് ഒരു പ്രവാചക ശബ്ദം പറയട്ടെ. നാളിതുവരെ മലയാളികളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷകൾ കാണണമെങ്കിൽ എങ്ങോട്ട് പോകണം? ആഫ്രിക്കയിൽ പോകണം.
ആമേൻ. ഏറ്റവും വലിയ സൗഖ്യം കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം, നൈജീരിയയ്ക്ക് പോകണം, സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകണം, ഒന്നുമില്ലെങ്കിൽ അമേരിക്ക വരെയെങ്കിലും പോകണം. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ, എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ മാറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ലോകരാജ്യങ്ങളിൽ നിന്ന് വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും കാലിയായ ശവപ്പെട്ടികൾ കാണാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങട്ടെ. ചിതലരിച്ച് കിടക്കുന്ന, വല പിടിച്ചു കിടക്കുന്ന ഹോസ്പിറ്റലുകളുടെ മോർച്ചറികൾ കാണാൻ വിദേശത്തു നിന്ന് ആൾക്കാർ ഇവിടേക്ക് വരട്ടെ. ഞങ്ങളിവിടെ ഒരു കൂട്ടം ഉണ്ടെന്ന് പറയേണ്ടത് വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റും മീഡിയ പബ്ലിസിറ്റിയും കൊടുത്തിട്ടല്ല. ദൈവരാജ്യം എന്താണെന്ന് തെളിയിച്ച് കാണിച്ചിട്ട് പറയണം ഞങ്ങളിവിടെ ഉണ്ട്. എത്ര പേരുടെ ഉള്ളിൽ അത് കത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അപ്പാ. ഞാൻ എൻ്റെ ഹൃദയം അങ്ങ് തുറന്ന് പറയുകയാണ്. ആമേൻ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കൂ, അങ്ങനെ നിങ്ങളെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റാൻ, ഉയർപ്പിൻ്റെ കൊടുങ്കാറ്റാക്കി മാറ്റാൻ, സൗഖ്യത്തിൻ്റെ ഒരു തീയാക്കി മാറ്റാൻ, വിടുതലിൻ്റെ ഒരു അസാധാരണമായ വനിതയാക്കി മാറ്റാൻ, ഒത്തിരി പേരുടെ ശാപങ്ങളെ അറുത്തുകളയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് അപ്പോയിന്റ് ചെയ്യുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, ഇന്ന് രാത്രി ഇവിടെയും വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനോട് നമുക്കത് ചോദിക്കാം. എൻ്റെ പരിശുദ്ധാത്മാവേ, കർത്താവേ, നീ റൂഹായാണെന്ന് ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവേ, ഞങ്ങളുടെ മേൽ ആ പകർച്ച ഉണ്ടാകണമേ. ഞങ്ങളുടെ മേൽ നീ അങ്ങനെ തന്നെ വന്ന് വീഴണമേ. ബൈബിളിൽ ഞങ്ങൾ വായിച്ചിട്ടേ ഉള്ളൂ ഏലിയാവിൻ്റെ കാലത്ത് തീ ഇറങ്ങിയെന്ന്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ തലമുറയിൽ അല്ലല്ല, ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ലിറ്ററലി കത്തുന്ന ഒരു സ്വർഗീയ അഗ്നി ഇപ്പോൾ വന്നിറങ്ങട്ടെ. അബ്ബാ, ഹല്ലേലൂയ. ഒരു കിഴക്കൻ കാറ്റിനെ ഞങ്ങൾ വായിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ ഒന്ന് ഇന്ന് രാത്രി ഇതിനകത്ത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കൊടുങ്കാറ്റായി അടിച്ചു മാറട്ടെ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ നിന്റെ കാറ്റിനെ അയക്കുക. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ അവിടുത്തെ അഗ്നി അയക്കുക. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ നിന്റെ തീ അയക്കുക. ഇപ്പോൾ തന്നെ നിന്റെ തീ അയക്കുക. ഇപ്പോൾ തന്നെ നിന്റെ അഗ്നി ജനത്തിന്റെ മേൽ വീഴുക. ഓ, അത് വീണുകൊണ്ടിരിക്കുന്നു. ഓ, അത് വീണുകൊണ്ടിരിക്കുന്നു. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ മേൽ അത് വീണുകൊണ്ടിരിക്കുന്നു. യെസ്, യെസ്, യെസ്. പട്ടണങ്ങളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഫിലിപ്പോസുമോർ ഇന്ന് രാത്രിയിനകത്ത് നിന്ന് കാറ്റിന്റെ ശക്തിയാൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. ഒരുമിച്ച് ഒന്ന് ചോദിച്ചേ, കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആ കാറ്റിനെ വേണം, ഞങ്ങൾക്ക് ആ കാറ്റിനെ വേണം. യേശുവിന്റെ നാമത്തിൽ right now, Holy Spirit, ഈ ജനത്തിന്റെ മേൽ അങ്ങനെ തന്നെ ഒന്ന് വീശിയടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വീശിയടിക്കട്ടെ, വീശിയടിക്കട്ടെ, വീശിയടിക്കട്ടെ. കത്തുന്ന തീ വഹിക്കുന്ന ചില ശുശ്രൂഷകന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. കത്തുന്ന തീ വഹിക്കുന്ന ചില അഭിഷിക്തന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഓ റബാബാബാ ഷാഫാലാബാ. ഓ ഓ ഓ ഈ സഹോദരന്മാരുടെ ഭാഗത്ത് കർത്താവ് എന്നോട് പറയുന്നു, ഒന്നല്ല അസാധാരണമായ ശുശ്രൂഷകളെ കൈകാര്യം ചെയ്യുന്ന ശക്തന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. പിടിച്ചോ, സ്വീകരിച്ചോ. ഓ, ആ ബ്രദറിന്റെ മേലെ അത് വീഴുന്നു. ഓ, നിങ്ങളുടെ ചുമലിൽ കർത്താവ് അതിനെ എടുത്തു വെച്ചു തരികയാണ്. രാജ്യങ്ങളുടെ കൊടുങ്കാറ്റായി മാറുക, രാജ്യങ്ങളുടെ കൊടുങ്കാറ്റായി മാറുക. ഓ, സ്വീകരിച്ചോ. ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായി കർത്താവിൽ നിന്ന് പിടിക്കാനുള്ള ഒരു സന്ദർഭമാണ്. ഇന്ന് രാത്രിയും അവൻ അതുപോലെ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. Amen. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എല്ലാവരും നിശബ്ദമായിട്ട് പിതാവേ, ഈ നിമിഷം നിന്റെ കാറ്റിനെ ഞങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഞങ്ങളുടെ മനസ്സും ശരീരവും തുറന്നു തരികയാണ്. Right now, Ruha, it's your time to possess your people.
Wonderful. Yes. Wow. ഭൂഖണ്ഡങ്ങളെ കീഴ്മേൽ മറിക്കുന്ന Yes. Thank you, Jesus. Father, I release the fire upon the people now. Yes. വ്യക്തിപരമായി പ്രാപിക്കാനുള്ള സമയമാണ്. You are a fire carrier. You are a mighty wind in this generation. Father, I bless the people now. Oh. ഇത് അവസാനിക്കുകയില്ല കേട്ടോ. ഇത് രാത്രി മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കും. യെസ്, ആരെ നോക്കേണ്ട സമയമില്ല. നിങ്ങളിപ്പോൾ അതിനെ എടുക്കാനുള്ള സമയം. ഇതിനകത്ത് ഒത്തിരി ഇമ്പാർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിനോട് കാണിക്കുന്നു, ചിലരുടെ അധരങ്ങളുടെ മേൽ തീ വന്ന് വീഴുന്നുണ്ട്, നാക്കിൽ തീ പിടിക്കുന്നുണ്ട്. പ്രവാചകിമാരെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. ഓ ജീസസ്, receive the power now, receive the ruha now, receive the wind now, receive the fire now, in Jesus name. Hallelujah. Wonderful Holy Spirit. അവസാനിക്കയില്ല. ഓ, മീറ്റിംഗ് അവസാനിക്കുന്നുള്ളൂ, ഇത് അവസാനിക്കത്തില്ല. കത്തിക്കോ. ആ തീക്കകത്ത്, ആ കാറ്റിനകത്തോട്ട് കയറി നിന്നോ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാനാണ് അങ്ങയുടെ ജനം നിൽക്കുന്നത്. അടിയങ്ങളിൽ ഓരോരുത്തരുടെ മേൽ കൊടുങ്കാറ്റായി അടിക്കണേ, തീയായി കത്തണമേ. പട്ടണത്തെ ഇളക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം, നിയമങ്ങളെ മറിച്ചു തിരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം, പ്രകൃതി ശക്തികളെ കൺട്രോൾ ചെയ്യുന്ന ദൈവശക്തിയുടെ വ്യാപാരം അങ്ങയുടെ കുഞ്ഞുങ്ങളിലൂടെ ദേശത്ത് വ്യാപരിക്കേണ്ടതിന് ഇന്ന് രാത്രിയുള്ളവർ മടങ്ങിപ്പോകുമ്പോൾ ദേശശക്തികൾ ഭയന്ന് മാറേണ്ടതിന്, ഉടഞ്ഞു തെറിക്കേണ്ടതിന് ദൈവശക്തി ഇവരിലൂടെ വ്യാപരിക്കണമേ. മുഴുമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളുടെ ജനത്തെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കണം. വഴിമധ്യേ അത്ഭുതങ്ങൾ നടക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ